എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്കൊരു 4 മണി സ്നാക്ക് ഉണ്ടാക്കിയാലോ. പൊട്ടാറ്റോ റോൾസ്, അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായി ഒരു പാത്രത്തിൽ 1 കപ്പ് മൈദ ഇടുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. അതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓയിലൊഴിച്ച് അത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യുക. പൊടിയിലെല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് അത് കുഴയ്ക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നന്നായി കുഴയ്ക്കുക. നന്നായി കുഴച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് ഒന്നും കൂടി കുഴച്ച് മയം വരുത്തുക. അതിനുശേഷം അത് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് ഇളക്കുക. നന്നായി വഴന്ന് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതും നന്നായി വഴറ്റുകൊണ്ടിരിക്കുക. അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് ഇളക്കുക. നന്നായി വഴന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് വഴറ്റുക. അതിനുശേഷം 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് വഴറ്റുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വഴറ്റണം. വഴന്ന് വരുമ്പോൾ 2 മീഡിയം സൈസ് മുളക് പൊടി ചേർക്കുക. അതും വഴന്നു വന്ന് വരുമ്പോൾ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതും കൂടി മിക്സ് ചെയ്യുക. മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതി മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. അപ്പം നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി നന്നായി കുഴച്ച് നമ്മൾ കിച്ചൺ പോട്ടിൽ ഇട്ട് പരത്തുക. റോളായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നന്നായി നീട്ടി പരത്തുക. അതിനുശേഷം 1 ഇഞ്ച് കനത്തിൽ മുറിച്ച് കഷ്ണങ്ങളാക്കി മാറ്റുക. റോളിലുള്ള ലെയേഴ്സ് ഉണ്ടാക്കാനാണ്. അത് നന്നായി ഉരുട്ടി എടുക്കുക. എല്ലാ പീസുകളും ഇതുപോലെ കയ്യിലിട്ട് ഉരുട്ടി എടുക്കുക. നല്ല രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് നന്നായി ഉരുട്ടി എടുത്ത് വയ്ക്കുക.
ശേഷം ഓരോ ഉരുളകളും ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക. കുറച്ച് മാവ് തൂകി ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഓരോ ഉരുളകളും പരത്തി എടുക്കണം. സാമാന്യം വലുപ്പത്തിലെല്ലാം പരത്തിയെടുക്കുക. അതിനുശേഷം ഓരോന്നെടുത്ത് അതിൽ ഒരു ടീസ്പൂൺ എണ്ണ തടവി ഇതിൻ്റെ മേലിൽ ഒരു ചപ്പാത്തി പരത്തിയതുപോലെ ഉള്ളതൊഴിച്ച് വീണ്ടും എണ്ണ തടവി അതിൻ്റെ മേലെ ഒന്നും കൂടി വെച്ച് പരത്തുക. 3 വീതമുള്ള ചപ്പാത്തി പോലെ പരത്തിയെടുക്കുക. അങ്ങനെ എല്ലാം ഇതുപോലെ 3 വീതമുള്ള സെറ്റുകളാക്കി പരത്തി എടുക്കണം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി ഈ ഓരോന്നും പരത്തി വെച്ചത് ഇട്ട് ചുട്ടെടുക്കുക. ഒരു ഭാഗം ചുട്ട് വരുമ്പോൾ മറിച്ചിട്ട് മറുഭാഗവും ചുട്ടെടുക്കുക. നന്നായി വേകണമെന്നില്ല, ഒന്ന് ചൂടായി വന്നാൽ മതി. ഒന്ന് തട്ടി കൊടുക്കുക. 2 ഭാഗവും മറിച്ചിട്ട് ചൂടായി വരുമ്പോൾ ഈ ലെയറുകൾ അടർന്നു വരുന്നതായിട്ട് കാണാം. കാണുന്നില്ലേ? ഓരോ ലെയറുകളും അടർന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഈ സെറ്റുകൾ മുഴുവൻ ചുട്ടെടുക്കുക. ഇതിൽ നിന്ന് ഓരോ ലെയറും അടർത്തിയെടുക്കുക. നമുക്ക് റോളിനുള്ള ഷീറ്റുകളാണ് ഇങ്ങനെ കിട്ടുന്നത്. ഓരോന്നും വളരെ എളുപ്പത്തിൽ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ മൈദയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് പേസ്റ്റ് രൂപത്തിൽ കലക്കുക. ഫില്ലിങ്സ് വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു ഷീറ്റ് എടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇട്ട് നീള രൂപത്തിലാക്കി വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കുക. ഒരു ഭാഗത്തു നിന്ന് മടക്കി അതിൻ്റെ മുകളിലും സൈഡിലും പശ വെച്ച് തേക്കുക മൈദയുടെ. അതിനുശേഷം 2 ഭാഗവും സൈഡിൽ നിന്ന് മടക്കുക. പിന്നീട് മുകൾ ഭാഗത്തും പശ തേച്ച് അതും മടക്കി ഒട്ടിക്കുക. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ റോൾ റെഡിയായി. ഇതേപോലെ എല്ലാ ഷീറ്റിലും മസാല വെച്ച് നമ്മൾ മടക്കിയെടുക്കുക. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി ഓരോന്നായി വറുത്തെടുക്കുക. ഒരു ഭാഗം നന്നായി മുരിഞ്ഞു വരുമ്പോൾ മറിച്ചിട്ട് മറുഭാഗവും നന്നായി മുരിഞ്ഞു വരിക, ബ്രൗൺ നിറമാകുമ്പോൾ കോരിയെടുക്കാം. വളരെ രുചികരമായ നല്ല ഭംഗിയുള്ള ഒരു സ്നാക്കാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ് ഇത്. നിങ്ങളും ചെയ്തു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ